വിജയ് ചിത്രം ജനനായകന് വീണ്ടും തിരിച്ചടി. സെൻസർ ബോർഡിന് ആശ്വാസം. മദ്രാസ് സിംഗിൾ ബെഞ്ച് വിധി ഡിവിഷൻ ബെഞ്ച് റദ്ദാക്കിയിരിക്കുന്നു. സെൻസർ ബോർഡിന് മറുപടി നൽകാൻ മതിയായ സാവകാശം നൽകിയില്ല എന്നാണ് ഡിവിഷൻ ബെഞ്ച് വ്യക്തമാക്കിയിരിക്കുന്നത്. സുനിൽ വിവരങ്ങളുമായി. സുനിൽ, ഇപ്പോൾ സെൻസർ ബോർഡിന് ആശ്വാസം, ജനനായകൻ റിലീസിന് അനുമതിയില്ല, വിജയ്ക്ക് തിരിച്ചടിയാകുന്നു, സിനിമാ പ്രവർത്തകർക്കും തിരിച്ചടിയാകുകയാണ്. എന്താണ് ഉത്തരവ്? സ്മൃതി, എന്തായാലും ഡിവിഷൻ ബെഞ്ച് ജനനായകൻ സിനിമയുടെ റിലീസുമായി ബന്ധപ്പെട്ട് ഒരു അന്തിമ തീരുമാനം എടുക്കും എന്നാണ് എല്ലാവരും പ്രതീക്ഷിച്ചത്. ഇന്ന് ആ സുപ്രധാന തീരുമാനം ഡിവിഷൻ ബെഞ്ചിൽ നിന്ന് വരാൻ പോകുന്നു എന്ന് പ്രതീക്ഷിച്ചിരുന്നുവെങ്കിൽ അതിന് വലിയ തിരിച്ചടിയാണ് ഉണ്ടായിരിക്കുന്നത്. കേസ് ഇപ്പോൾ വീണ്ടും സിംഗിൾ ബെഞ്ചിലേക്ക് തിരിച്ചയച്ചിരിക്കുകയാണ്. അതായത് കഴിഞ്ഞ 9-ാം തീയതിയാണ് ജനനായകൻ സിനിമയ്ക്ക് സെൻസർ ബോർഡ് ഉടൻ തന്നെ സർട്ടിഫിക്കറ്റ് നൽകണം, ഇതിന്റെ റിലീസിന് അനുമതി നൽകിക്കൊണ്ടുള്ള സിംഗിൾ ബെഞ്ചിന്റെ ഉത്തരവ് വന്നത്. അതേ ദിവസം തന്നെ കേസ് പരിഗണിച്ചുകൊണ്ട് മദ്രാസ് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് സിംഗിൾ ബെഞ്ച് ഉത്തരവ് സ്റ്റേ ചെയ്യുകയായിരുന്നു. അതിനെതിരെ പിന്നീട് നിർമ്മാതാക്കൾ സുപ്രീം കോടതിയിൽ വന്നുവെങ്കിൽ പോലും അനുകൂല തീരുമാനമുണ്ടായില്ല. അതിനുശേഷം സുപ്രീം കോടതി നിർദ്ദേശപ്രകാരമാണ് ഈ കേസ് വേഗത്തിൽ തീർപ്പാക്കാനായി ഡിവിഷൻ ബെഞ്ചിലേക്ക് തിരിച്ചയച്ചത്. ഡിവിഷൻ ബെഞ്ച് കേസിൽ വാദം പൂർത്തിയാക്കി എന്ന് വിധി പറഞ്ഞത്. പക്ഷേ ഡിവിഷൻ ബെഞ്ച് ഈ കേസിൽ സെൻസർ സർട്ടിഫിക്കറ്റ് നൽകുന്നതുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ ഈ വിഷയത്തിൽ സിനിമയുടെ റിലീസുമായി ബന്ധപ്പെട്ടോ എന്തെങ്കിലും തീരുമാനമെടുത്തില്ല. ഇപ്പോൾ കേസ് വീണ്ടും തിരിച്ച് സിംഗിൾ ബെഞ്ചിലേക്ക് അയക്കുകയാണ് ചെയ്തത്. സെൻസർ ബോർഡിന് മറുപടി നൽകാൻ സാവകാശം നൽകണം, അതിന് മതിയായ സമയം നൽകണം എന്നൊക്കെ നിർദ്ദേശിച്ചുകൊണ്ട് കേസ് വീണ്ടും സിംഗിൾ ബെഞ്ചിലേക്ക് തിരിച്ചയച്ചിരിക്കുന്നു. അപ്പോൾ ഇനി ഈ ജനനായകൻ സിനിമയുമായി ബന്ധപ്പെട്ട് നിർമ്മാതാക്കൾ നേരത്തെ സിംഗിൾ ബെഞ്ചിൽ നൽകിയ ഹർജി വിശദമായി വാദം കേട്ട് സെൻസർ ബോർഡിന്റെ കൂടി വിശദമായ വാദം കേട്ട ശേഷം മാത്രമേ തീരുമാനമെടുക്കാൻ സാധിക്കുകയുള്ളൂ. സ്വാഭാവികമായും ഈ സിനിമയുടെ റിലീസ് ഇനിയും വൈകും എന്നുള്ള കാര്യം ഉറപ്പായി. ഇനിയും ഒരുപാട് കടമ്പകൾ കേൾക്കുമെന്ന് വ്യക്തമാക്കുന്നുണ്ടോ? ഇനിയും സമയം നീളും, ജനനായകൻ വൈകുമെന്നുള്ള കാര്യം ഏതാണ്ട് ഉറപ്പാവുകയാണ്. അപ്പോൾ ഇനി കോടതി കേൾക്കുക എപ്പോഴായിരിക്കും? സ്മൃതി, ഏതായാലും ഈ വിധിയുടെ കൂടുതൽ വിശദാംശങ്ങൾ വരേണ്ടിയിരിക്കുന്നു. ഏതായാലും ഇപ്പോൾ വിധി പ്രസ്താവം നടക്കുകയാണ് മദ്രാസ് ഹൈക്കോടതിയിൽ ചീഫ് ജസ്റ്റിസ് ബെഞ്ചിൽ. നിശ്ചിത സമയത്തിനകം ഇതിനായി എന്തെങ്കിലും ഒരു സമയക്രമം കോടതി നിശ്ചയിച്ചതായി നമുക്ക് ഇപ്പോൾ മനസ്സിലാകുന്നില്ല. അങ്ങനെ എന്തെങ്കിലും സമയക്രമം നിശ്ചയിച്ചിട്ടില്ല എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അക്കാര്യമൊക്കെ തന്നെ സിംഗിൾ ബെഞ്ചാണ് തീരുമാനിക്കേണ്ടത്. ഏതായാലും ഇനി മദ്രാസ് ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് ഇനി ഈ കേസിൽ വിശദമായി വാദം ഒന്നുകൂടി കേൾക്കണം. അതായത് നിർമ്മാതാക്കൾ നൽകിയ ഹർജിക്കൊപ്പം തന്നെ ആ ഹർജിയിൽ ഇനി സെൻസർ ബോർഡിന്റെ വാദം വിശദമായി കേട്ട ശേഷം തീരുമാനമെടുക്കണം. ഈ കേസ് പരിശോധിക്കുമ്പോൾ സിംഗിൾ ബെഞ്ച് വളരെ വേഗത്തിൽ ഇക്കാര്യത്തിൽ ഒരു തീരുമാനത്തിലേക്ക് പോയി. സെൻസർ ബോർഡിന് അവരുടെ വാദങ്ങൾ നിരത്താൻ മതിയായ സമയം നൽകിയില്ല, സാവകാശം നൽകിയില്ല എന്ന വിമർശനത്തോടെയാണ് ഡിവിഷൻ ബെഞ്ച് ഇപ്പോൾ കേസ് വീണ്ടും സിംഗിൾ ബെഞ്ചിലേക്ക് അയച്ചിരിക്കുന്നത്. അപ്പോൾ ഇനി സിംഗിൾ ബെഞ്ച് ഈ കേസ് വിശദമായി വാദം കേട്ട് ഒരു തീരുമാനത്തിലേക്ക് പോകേണ്ടി വരും. അതിന് എത്രത്തോളം സാവകാശം എടുക്കും, എത്രത്തോളം സമയമെടുക്കും എന്നത് കാത്തിരുന്ന് കാണണം. ഏതായാലും പൊങ്കൽ കാലത്ത് ജനനായകൻ സിനിമ റിലീസ് ചെയ്യാനായിരുന്നു ഇതിന്റെ നിർമ്മാതാക്കളൊക്കെ തന്നെ ശ്രമിച്ചത്. അതിനായി റിലീസ് തീയതി നിശ്ചയിച്ചത് ജനുവരി 9-ാം തീയതിയാണ്. 14-ാം തീയതി മുതൽ 16-ാം തീയതി വരെയായിരുന്നു തമിഴ്നാട്ടിലെ പൊങ്കൽ ആഘോഷം. അപ്പോൾ ഈ പൊങ്കൽ ആഘോഷ സമയത്തൊക്കെ തന്നെ പുതിയ സിനിമകൾ റിലീസ് ചെയ്യും. അതൊക്കെ തന്നെ വലിയ ഹിറ്റായി മാറുകയും ഒരുപാട് കളക്ഷനൊക്കെ തന്നെ നേടുന്ന ഒരു സാഹചര്യമാണ്. ഏതായാലും ആ ഒരു കാലത്ത് ഈ സിനിമ റിലീസ് ചെയ്യാൻ കഴിഞ്ഞില്ല. മാത്രമല്ല വിജയ്യുടെ അവസാനത്തെ സിനിമ എന്നുകൂടി വിശേഷിപ്പിക്കപ്പെട്ട സിനിമയാണ്. വിജയ് TV-ക്ക് നേതാവായി മാറിയ ശേഷം അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ ഉറപ്പാക്കുന്നത്, അതുമായി ബന്ധപ്പെട്ട സന്ദേശങ്ങൾ നൽകുന്നതൊക്കെയാണ് ഈ സിനിമ എന്നുകൂടി വിലയിരുത്തപ്പെട്ടിരുന്നത്. അപ്പോൾ രാഷ്ട്രീയമായി കൂടി വിജയ്ക്ക് ഏറെ പ്രാധാന്യമുള്ള ഒരു സിനിമയായിരുന്നു. അങ്ങനെ ഒരു സിനിമയാണ് ഈ പൊങ്കൽ കാലത്ത് റിലീസ് ചെയ്യാൻ കഴിയാതെ പോയത്. 500 കോടിയോളം രൂപ ഇതിന്റെ ഭാഗമായി നഷ്ടമായി എന്നൊക്കെയാണ് നിർമ്മാതാക്കൾ വാദിച്ചത്. ഏതായാലും ഈ വാദങ്ങളൊക്കെ തന്നെ വിശദമായി മദ്രാസ് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് കേട്ടുവെങ്കിൽ പോലും ഇക്കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനത്തിലേക്ക് ഡിവിഷൻ ബെഞ്ച് പോയില്ല. ഇനി സിംഗിൾ ബെഞ്ച് ഈ കേസിൽ തീരുമാനമെടുക്കണം. അതുകൊണ്ട് സിംഗിൾ ബെഞ്ചാണ് സെൻസർ ബോർഡിന് വേണ്ട സാവകാശം നൽകാതിരുന്നത്. ഇനി തിരിച്ച് സിംഗിൾ ബെഞ്ച് തന്നെ സാവകാശം നൽകിക്കൊണ്ട് വീണ്ടും സെൻസർ ബോർഡിനെ കേൾക്കണം. അതിനുള്ള സമയമാണ് ഇപ്പോൾ കോടതി നൽകിയിരിക്കുന്നത്, അല്ലേ? അതെ, ഇനി സിംഗിൾ ബെഞ്ച് ഈ കേസിൽ സെൻസർ ബോർഡിന്റെ വാദം വിശദമായി കേൾക്കണം, അവർക്ക് സാവകാശം നൽകണം, അവർക്ക് മറുപടി നൽകാനുള്ള
സമയം നൽകണം. പ്രധാനമായും ഇന്ന് കോടതി പരിശോധിച്ചത് സിംഗിൾ ബെഞ്ച് ഈ കേസിൽ എടുത്തിട്ടുള്ള തീരുമാനം ശരിയോ തെറ്റോ എന്നതാണ്. സിംഗിൾ ബെഞ്ച് അതിവേഗത്തിൽ ഈ കേസിൽ നടപടികളുമായി മുന്നോട്ട് പോയി. ഇത്രയും വേഗത്തിൽ ഒരു തീരുമാനം എടുക്കേണ്ട സാഹചര്യം ഉണ്ടായിരുന്നോ? സെൻസർ ബോർഡിന് അവരുടെ ഭാഗം കൃത്യമായി കോടതി അറിയിക്കാനുള്ള സാവകാശം എന്തുകൊണ്ട് നൽകിയില്ല തുടങ്ങിയ ചോദ്യങ്ങളാണ് ഡിവിഷൻ ബെഞ്ച് പ്രധാനമായും ഇന്ന് ഇപ്പോൾ ചോദിച്ചിരിക്കുന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ സിംഗിൾ ബെഞ്ചിന് ഒരു നിർദ്ദേശം നൽകുന്നത്. ഈ കേസിൽ ഇനി ഈ കേസ് വിശദമായി കേൾക്കണം. അങ്ങനെ കേൾക്കുമ്പോൾ സെൻസർ ബോർഡിന് അവരുടെ ഭാഗം കൃത്യമായി കോടതിയെ അറിയിക്കാനുള്ള സാവകാശം നൽകണം എന്ന് കോടതി ഇപ്പോൾ ആവശ്യപ്പെട്ടിരിക്കുകയാണ്. അതിനുശേഷം മാത്രമേ ഇക്കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനത്തിലേക്ക് പോകാൻ പാടുള്ളൂ എന്നതാണ് ഡിവിഷൻ ബെഞ്ചിന്റെ നിർദ്ദേശം. ആ അടിസ്ഥാനത്തിൽ സ്വാഭാവികമായും സെൻസർ ബോർഡ് സിംഗിൾ ബെഞ്ചിൽ ആവശ്യപ്പെടുന്ന സമയമൊക്കെ തന്നെ നൽകേണ്ടി വരും. അതനുസരിച്ച് ഈ കേസിന്റെ വാദപ്രതിവാദങ്ങൾ ഇനി വിശദമായി സിംഗിൾ ബെഞ്ചിൽ നടക്കുമായിരിക്കും. അതിനുശേഷം മാത്രമേ ഈ കേസിൽ സിനിമ റിലീസുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനത്തിലേക്ക് പോകാൻ സാധിക്കുകയുള്ളൂ. ഇനിയിപ്പോൾ സിംഗിൾ ബെഞ്ച് പല കാര്യങ്ങളുമായി കണക്ട് ചെയ്ത് നിൽക്കുന്ന സിനിമയാണ് ജനനായകൻ എന്നൊരു പേരിൽ ഒരു സിനിമ. ആ സിനിമ വിജയുടെ രാഷ്ട്രീയ പ്രവേശവുമായി ബന്ധപ്പെട്ട് തന്നെ നിൽക്കുന്ന സിനിമയാണെന്ന് പറയേണ്ടി വരും. ഇപ്പോൾ തെരഞ്ഞെടുപ്പ് അടുത്ത് നിൽക്കുന്ന സമയമാണ്. അപ്പോൾ അതിനു മുൻപ് തന്നെ ഈ സിനിമ ഇറങ്ങിയും അതുവഴി കൂടുതൽ അണികളെ സൃഷ്ടിക്കുക എന്നൊക്കെ ഉദ്ദേശം സ്വാഭാവികമായും വിജയ്ക്കും വിജയുടെ പാർട്ടിക്കും ഉണ്ടാകും. അതിനു കൂടി ഏറ്റ തിരിച്ചടിയായത് അതിനെ കാണേണ്ടി വരില്ലേ? സ്മൃതി, തീർച്ചയായും ഇതൊരു വലിയ തിരിച്ചടി തന്നെയാണ്. കാരണം ഈ സിനിമയുടെ തുടക്കം മുതൽ തന്നെ ഈ സിനിമ റിലീസ് ചെയ്യാനുള്ള നീക്കങ്ങൾക്കൊക്കെ തന്നെ കോടതിയിൽ നിന്ന് നിയമപരമായി വലിയ തിരിച്ചടി ഉണ്ടാകുന്ന ഒരു സാഹചര്യമായിരുന്നു. സുപ്രീം കോടതിയിൽ വലിയ പ്രതീക്ഷയോടെയാണ് സിനിമയുടെ നിർമ്മാതാക്കൾ സുപ്രീം കോടതിയെ സമീപിച്ചത് എങ്കിൽ പോലും സുപ്രീം കോടതിയും ഈ കേസ് മദ്രാസ് ഹൈക്കോടതിയിലേക്ക് തന്നെ മടക്കുകയായിരുന്നു. നമുക്കറിയാം 9-ാം തീയതിയാണ് ഈ കേസിൽ ഡിവിഷൻ ബെഞ്ചിന്റെയും സിംഗിൾ ബെഞ്ചിന്റെയും ഉത്തരവുണ്ടാകുന്നത്. ആദ്യം സിംഗിൾ ബെഞ്ച് ഉത്തരവ് പുറപ്പെടുവിക്കുന്നു. തൊട്ട് പിന്നാലെ ഡിവിഷൻ ബെഞ്ച് ഈ കേസിൽ ഇടപെട്ടുകൊണ്ട് സിംഗിൾ ബെഞ്ചിന്റെ ഉത്തരവ് സ്റ്റേ ചെയ്യുകയാണ്. പിന്നീട് നിർമ്മാതാക്കൾ സുപ്രീം കോടതിയെ സമീപിക്കുന്നു. അടിയന്തരമായി ഈ കേസ് പരിഗണിച്ചുകൊണ്ട് 14-ാം തീയതിക്ക് മുൻപ് സിനിമ റിലീസ് ചെയ്യാനുള്ള ഇടപെടൽ ഉണ്ടാകണം. ഇതായിരുന്നു നിർമ്മാതാക്കൾ സുപ്രീം കോടതിയിൽ ആവശ്യപ്പെട്ടത്. പക്ഷേ സുപ്രീം കോടതിയും ഈ വിഷയത്തിൽ ഇടപെടാൻ വിസമ്മതിക്കുകയായിരുന്നു. ഏതായാലും സ്മൃതി ചൂണ്ടിക്കാണിച്ചതുപോലെ തന്നെ വിജയെ സംബന്ധിച്ച് രാഷ്ട്രീയമായി വളരെ പ്രാധാന്യമുള്ളതാണ് ഈ സിനിമ എന്നാണ് വിശേഷിപ്പിക്കപ്പെടുന്നത്. പ്രത്യേകിച്ച് ഈ സിനിമയുടെ പേര് ജനനായകൻ എന്നാണ്. അപ്പോൾ തമിഴ്നാട്ടിലൊരു ജനനായകനാകാനാണ് വിജയ് പ്രധാനമായും ശ്രമിക്കുന്നത്. അതിന്റെ ഭാഗമായുള്ള രാഷ്ട്രീയ നീക്കങ്ങളൊക്കെ തന്നെ വിജയ് തമിഴ്നാട്ടിൽ ശക്തമായി മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. അതിനിടയിൽ ഈ സിനിമ കൂടി വരുമ്പോൾ അതൊരു തരംഗമായി മാറും. വിജയുടെ രാഷ്ട്രീയ ലക്ഷ്യങ്ങൾക്ക്, രാഷ്ട്രീയ മുന്നേറ്റങ്ങൾക്ക് വലിയ തരംഗമുണ്ടാക്കാൻ ഈ സിനിമയ്ക്ക് സാധിക്കും എന്നൊക്കെയാണ് വിജയ് ആരാധകരൊക്കെ തന്നെ വിശ്വസിച്ചിരുന്നത്. പക്ഷേ ആ സിനിമ ഇറങ്ങേണ്ടിയിരുന്ന സമയം എന്നത് പൊങ്കൽ കാലമായിരുന്നു. അപ്പോൾ അതിന്റെ ഒരു സാമ്പത്തിക വരുമാനം കൂടി കണക്കിലെടുത്തുകൊണ്ട് ആ സിനിമ ഇറങ്ങേണ്ടിയിരുന്നത് പൊങ്കൽ കാലത്തായിരുന്നു. പക്ഷേ അതിന് സാധിച്ചില്ല. ഇനിയിപ്പോൾ തെരഞ്ഞെടുപ്പ് അടുത്തു വരുന്ന ഒരു സ്ഥിതിയാണ്. അപ്പോൾ അതിനിടയിലെങ്കിലും അതിന് മുൻപെങ്കിലും സിനിമ റിലീസ് ചെയ്യാൻ കഴിയുമോ എന്നത് കാത്തിരുന്ന് കാണണം. ഇനിയിപ്പോൾ സിംഗിൾ ബെഞ്ച് ഈ വിഷയത്തിൽ വിശദമായി വാദം കേട്ട് ഇനി സിനിമയ്ക്ക് അനുകൂലമായ ഒരു തീരുമാനമെടുത്താൽ വീണ്ടും സെൻസർ ബോർഡ് മേൽക്കോടതിയെ സമീപിക്കാനുള്ള തള്ളിക്കളയാണ്. ജനനായകന് തിരിച്ചടി, നടൻ വിജയ്ക്കും തിരിച്ചടിയായിരിക്കുന്നു. ജനനായകൻ സിനിമ വൈകും എന്നുള്ളതാണ് ഇപ്പോൾ കോടതിയിൽ നിന്നുള്ള സംഭവവികാസങ്ങൾ നൽകുന്ന സൂചന.